പ്രിയ കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. സഹന തീച്ചൂളയിൽ സ്നേഹമാകുന്ന ബലിയായി ഒരു ഗോതമ്പ് മണി പോലെ സ്വയം അഴിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്ന നിധി തേടുന്ന വ്യാപാരിയെ പോലെ യേശുവിനെ തൻ്റെ സഹനത്തിലൂടെ, സ്നേഹത്തിലൂടെ, പരിത്യാഗ പ്രവൃത്തികളിലൂടെ നേടിയെടുത്ത നമ്മുടെ സ്വന്തം വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിത വഴിത്താരകളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കുടമാളൂരിലുള്ള പ്രശസ്ത ക്രൈസ്തവ കുടുംബങ്ങളിൽ കുലിനിത്തം, വൈദിക പാരമ്പര്യം, വൈദികവൃത്തി എന്നിവയ്ക്ക് പ്രശസ്തമായ മുട്ടത്ത് പാടത്ത് കുടുംബത്തിലെ യേസുഫ് മറിയൻ ദമ്പതികളുടെ 4ാമത്തെ സന്താനമായിട്ടാണ് അന്നക്കുട്ടി എന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ്മ ഭൂജാതയായത്. അന്നക്കുട്ടിയുടെ അമ്മ അവളുണ്ടായതിന്റെ 3ാമത്തെ മാസം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അമ്മയുടെ മുലപ്പാൽ കുടിക്കാത്തത് കൊണ്ടാവാം നന്നേ ചെറുപ്പത്തിൽ തന്നെ അവൾ വിവിധ രോഗങ്ങൾക്ക് വിധേയായിരുന്നു. 3ാമത്തെ വയസ്സിൽ കറുപ്പൻ എന്ന വ്യാധി അവൾക്ക് പിടിപെട്ടു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അവൾ സഹിക്കാൻ അഭ്യസിക്കുകയായിരുന്നു. തന്റെ വെല്ലുമിച്ച് പറഞ്ഞു കൊടുത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ, വിശുദ്ധമ്മ ത്രേസ്യയുടെ ജീവിത കഥകളും അവരുടെ സഹന ജീവിതവും അവരുടെ പിൽക്കാല സഹനങ്ങൾക്കും ത്യാഗ ജീവിതത്തിനും വഴിയൊരുക്കുകയും അടിത്തറപ്പാകുകയും ചെയ്തു. കൂട്ടുകാരെ, അന്നക്കുട്ടി തന്റെ ബാല്യകാല ജീവിതത്തിലെ നല്ലൊരു ഭാഗവും കുട്ടിച്ചിറ മുരിക്കൽ ഭവനത്തിലാണ് ചിലവഴിച്ചത്. അവിടെ അന്നക്കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചിട്ടാണ് അന്നക്കുട്ടിയുടെ അമ്മ കർത്തസന്നിധിയിലേക്ക് യാത്രയായത്. അവിടെ ആയിരുന്നപ്പോഴും അന്നക്കുട്ടിക്ക് വളരെയധികം വേദനകൾ സഹിക്കേണ്ടി വന്നിരുന്നു. അൽഫോൻസാമ്മ പറഞ്ഞിട്ടുണ്ട്, തന്റെ അമ്മ തന്നെ ശിക്ഷിച്ചു വളർത്തിയതിനാലാണ് താൻ ഇപ്രകാരമായി തീർന്നത്. ഏതെങ്കിലും നിസ്സാരം തെറ്റ് ചെയ്താൽ തന്നെ അന്നക്കുട്ടിയെ കഠിനമായി ശിക്ഷിച്ചിരുന്നു അവളുടെ അമ്മ. കൂട്ടുകാരാകട്ടെ അന്നക്കുട്ടിയെ മിണ്ടാപ്പെണ്ണ് എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുമുണ്ടായിരുന്നു. 13ാം വയസ്സ് മുതൽ അവളുടെ അമ്മ അവൾക്ക് വേണ്ടി വിവാഹാലോചനകൾ നടത്തി തുടങ്ങി. പക്ഷേ താൻ കുഞ്ഞുനാള് മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കന്യാസ്ത്രീ ആകണമെന്ന മോഹം അവൾ ഒരിക്കലും കൈവെടിഞ്ഞില്ല. തന്റെ സൗന്ദര്യമാണ് തന്റെ തടസ്സങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ അവൾ തന്റെ മണവാളനെ നേടുവാനായി എന്തും വില കൊടുക്കുവാൻ തയ്യാറായി. ഒരു ദിവസം ഒരു വീടിന്റെ ഒരു വശത്ത് പതിര് കത്തിക്കുന്നുണ്ടായിരുന്നു. തന്റെ സൗന്ദര്യത്തിന് എന്തെങ്കിലും ഭംഗം വരുത്തിയാൽ തന്റെ കല്യാണോചന മുടങ്ങുമെന്ന് മനസ്സിലാക്കിയ അവൾ അതിലേക്ക് കാൽ എടുത്തു വെച്ചു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അതിലേക്ക് അവൾ വീണുപോയി. മാസങ്ങളോളം അവളുടെ കാലുകൾ പഴുത്ത് വ്രണമായി ദുർഗന്ധം അനുഭവിച്ച് അവൾ വേദന അനുഭവിച്ചുകൊണ്ടേയിരുന്നു. 1927 തന്റെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട ഒരിക്കൽ പോത്തച്ഛന്റെ അനുഗ്രഹാശിസുകളോടെ ഭരണജ്ഞാനം ക്ലാരമഠത്തിൽ അവൾ ചേർന്നു. അർത്ഥനയായ അവൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ദൈവവിളിയിൽ വെല്ലുവിളിയായി പല വിവാഹാലോചനകൾ അവളുടെ ജീവിതത്തിൽ വീണ്ടും രംഗപ്രവേശനം ചെയ്തു. അവളുടെ ഗുരുനാഥ പോലും അവൾക്ക് മാർഗദർശനമായി മാറി. എന്നാൽ അൽഫോൻസാമ്മ ഈ വെല്ലുവിളികളെല്ലാം തരണം ചെയ്തുകൊണ്ട് 1930 മെയ് മാസം 19-ാം തീയതി മാർ ജെയിംസ് കാളശ്ശേരി പിതാവിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. നവസന്യാസിനായിരുന്നപ്പോൾ ഒരിക്കൽ അൽഫോൻസാമ്മയ്ക്ക് രക്തസ്രാവം എന്ന മഹാരോഗം പിടിപെട്ടു. പല ചികിത്സകളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല, അനുദിനം അവളുടെ രോഗം വർദ്ധിക്കുകയാണ് ചെയ്തത്. രോഗശൈലിയിലായിരുന്നപ്പോൾ പോലും അവൾ തന്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും ക്ഷമയോടെ സഹിക്കുകയും തന്നെ ശുശ്രൂഷിക്കുന്നവരോടും തന്നോട് സഹതപിക്കുന്നവരോടും പുഞ്ചിരിയും നന്ദിയും പ്രകടിപ്പിക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ സദ്ഗുണം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. രോഗം തുടങ്ങിയിട്ട് 8 മാസമായപ്പോൾ അവളുടെ രോഗശാന്തിക്കായി അവളുടെ സഹ അർത്ഥിനികൾ വിശുദ്ധ ചാവറ പിതാവിനോടുള്ള നൊവേന ചൊല്ലുവാൻ ആരംഭിച്ചു. 9ാം ദിവസം വിശുദ്ധ ചാവറ പിതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും രോഗസൗഖ്യം നൽകുകയും ചെയ്തു. അൽഫോൻസാമ്മനെ മാനസിക വിഭ്രാന്തിയിലെത്തിച്ച ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു രാത്രി അൽഫോൻസായും മറ്റൊരു രോഗിണിയും മരത്തിൽ ഒറ്റയ്ക്കായിരുന്നു. പുതപ്പും മറ്റു സാധന സാമഗ്രികൾ മോഷ്ടിക്കാനായി ഒരു കള്ളൻ പ്രവേശിച്ചു. കള്ളനെ കണ്ട് ഞെട്ടിവിറച്ച അൽഫോൻസ മാനസിക വിഭ്രാന്തിക്ക് അടിമയായി മാറി. രോഗിണിയും ദുർബലയുമായ അവൾക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഭക്ഷണത്തോടുള്ള വിരക്തിയും ഉറക്കമില്ലായ്മയും അവളെ കൂടുതൽ ദുർബലയാക്കി. ഒരിക്കൽ തന്റെ പിതാവിനെ പോലും അവൾ കള്ളൻ എന്ന് വിളിച്ച് അലറിയിട്ടുണ്ട്. എന്നിരുന്നാലും തന്റെ സഹസന്യാസികൾ അവളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിലൂടെ അവളുടെ മാനസിക ഭ്രാന്തിയിൽ നിന്ന് അവൾ ഭേദമായി. രോഗശൈലിയിലായിരുന്നപ്പോഴും അവളെ ശുശ്രൂഷിക്കാൻ വന്നവരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പരിതാപകരമായ അവസ്ഥകളിൽ ഒന്നിൽ പോലും
അവൾ അതൃപ്തിയോ ആവലാതിയോ സന്തോഷക്കുറവോ കാണിച്ചിരുന്നില്ല. അവളെ ചികിത്സിച്ച വൈദ്യന്മാർ തന്നെ അവളുടെ സഹനശക്തി അനിതര സാധാരണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹിക്കാൻ എന്തെങ്കിലും ഇല്ലാത്ത ദിവസം ശൂന്യമാണ് എന്ന് അവൾ തന്റെ മഠാധിപയോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അൽഫോൻസാമയുടെ അവസാന നാളുകളിൽ പാരവശ്യം അവളെ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു. മരണക്കിടക്കയിലും അത് അവളെ വിട്ടുമാറിയില്ല. അങ്ങനെ 1946 ജൂലൈ 28-ാം തീയതി അവൾ തന്റെ സ്വർഗീയ മണവാളന്റെ അടുക്കിലേക്ക് യാത്രയായി. ശേഷം 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. അങ്ങനെ 2008 ഭാരത കത്തോലിക്ക സഭയ്ക്ക് തന്റെ ആദ്യ വിശുദ്ധിയെ ലഭിച്ചു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ട അൽഫോൻസാമയുടെ ജീവിതവും അവളുടെ സഹനശക്തിയും ത്യാഗ മനോഭാവവും ആത്മസമർപ്പണവും നമ്മൾക്ക് എന്നും ശക്തിയും പ്രചോദനവുമായിരിക്കട്ടെ.